വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഐറ്റമായ കിളിക്കൂട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 3-4 പച്ചമുളകും ചെറുതായി അരിഞ്ഞത്, മാഷ് ചെയ്തെടുത്ത പൊട്ടറ്റോയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ്, ഇനി ചെറുതായി പൊടിച്ചെടുത്ത വെർമസെല്ലി. ചൂടായ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഓപ്ഷണലാണ്. ഇനി അടുത്തതായി ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ചെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം പൊടികളെല്ലാം ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി, അതായത് 1 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി മാഷ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം മാത്രം നമുക്കതിനെ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഈ ഉരുളകൾ ഓരോന്നായിട്ട് നന്നായി കൈവെള്ളയിൽ വെച്ച് പരത്തി അതിൻ്റെ മധ്യഭാഗം ഒന്ന് കുഴിഞ്ഞു വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. ഇതുപോലെ ഓരോ ഉരുളകളും ഈ ഷേപ്പിലാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്ത മിക്സിലേക്ക് ഡിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇതിന് വേണ്ടിയിട്ട് ഒരു കോട്ടിങ്ങും കൂടി തയ്യാറാക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് അല്പം മൈദമാവ് എടുക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ, ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എഗ്ഗ് ബീറ്റിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കിളിക്കൂട് തയ്യാറാക്കാനായി ഇവിടെ 3 കോട്ടിംഗ് റെഡിയാക്കുന്നുണ്ട്. ഒന്ന് മൈദമാവിൻ്റെ കോട്ടിങ്, രണ്ടാമത് എഗ്ഗ് ബീറ്റ് ചെയ്ത് മിക്സ്, പിന്നെ ലാസ്റ്റായിട്ട് ചെയ്യുന്നത് വെർമസെല്ലി പൊടിച്ചതിലേക്ക്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊന്നും പൊട്ടിപ്പോകത്തില്ല. ഇനി ഇവ ഓരോന്നും ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മലബാറിൻ്റെ മാത്രമല്ല, റമദാൻ മാസത്തിലെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് കിളിക്കൂട്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഈ കിളിക്കൂടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായി ഇവിടെ എടുത്തിരിക്കുന്നത് കാടമുട്ടയാണ്. കാടമുട്ട പുഴുങ്ങിയതും ഓരോ പീസ് മല്ലിയിലയും കൂടി വെച്ച് നമുക്കതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാനൊരു ജ്യൂസ് കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, ഒരു ക്യാരറ്റ് മതിയാകും, 2 ഓറഞ്ച്, 1 നാരങ്ങ, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. ഇനി ഈ ക്യാരറ്റും ഓറഞ്ചും ലെമണും എല്ലാം കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഓറഞ്ച് ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിവിടെ ഉണ്ടാക്കിയ 2 ഐറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.